ആശകൾ ആയിരം. ഡയറക്ടർ ജി പ്രജിത്ത്, നമ്മുടെ വടക്കൻ സെൽഫി ഒക്കെ. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ആക്ച്വലി ജൂഡ് ആൻ്റണി ജോസഫാണ് വൺ ഓഫ് ദ റൈറ്റർ. അരവിന്ദ് രാജേന്ദ്രനാണ് ആക്ച്വലി എഴുതിയിട്ട് ഉള്ളത് ഈ സിനിമ. സ്റ്റാറിങ് ജയറാം, അതുപോലെ തന്നെ കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, ആശാ ശരത്, അതുപോലെ തന്നെ നമ്മുടെ ഷറഫുദ്ദീൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റീൽസിലൊക്കെയുള്ള അഖിലൻ നാടി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അങ്ങനെ റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സിനിമയിലോട്ട് കടന്നു വരുന്നത് അവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ലമീൻ ആയി കഴിഞ്ഞാലും ശരി, ഇപ്പം അഖിലൻ നാടിയൊക്കെ വന്നിട്ട് അവരുടെ ആ ഒരു കിട്ടിയ സ്പേസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്ന സമയത്തെന്ന് വെച്ചാൽ കാളിദാസ് ജയറാമും നമുക്ക് മുമ്പേ തന്നെ പരിചയമുള്ള ആൾക്കാരാണ്. എൻ്റെ ഇവിടെ അപ്പോയിൻ്റ് ആയി കഴിഞ്ഞാലും ശരി, കൊച്ചു സന്തോഷങ്ങളായി കഴിഞ്ഞാലും നമ്മളെ മലയാളികളോട് ചേർന്ന് വളർന്നിട്ടുള്ള ഒരു നെപ്പോ കിട്ടാണ് ആക്ച്വലി കാളിദാസ് ജയറാം. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ് ഈ സിനിമ പോവുകയും ചെയ്യുന്നത്. ഒരു സിനിമക്കുള്ളിലുള്ള ഒരു സിനിമാപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആക്ച്വലി ഈ സിനിമ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. ഓൺ സ്ക്രീനും അതുപോലെ തന്നെ ഓഫ് സ്ക്രീനും അവർ നമ്മൾ നല്ലൊരു കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വന്നിട്ട് ഈ അടുത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് കാണാറ്. ഈ അടുത്ത് വന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ തന്നെ വോളണ്ടറിലി പോയി കണ്ട ഒരു സിനിമ ആക്ച്വലി ഈ ആശകളായിരത്തിൻ്റെ ഇൻ്റർവ്യൂസ് ആയിരിക്കും. പേളിമാണിൻ്റെയും അതുപോലെ തന്നെ 1-2 ഇൻ്റർവ്യൂസ് വളരെ നന്നാണ്. അതിൽ തന്നെ പേളിമാണിയുടെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ വളരെ നന്നായിട്ട് ആക്ച്വലി ഇവർ രണ്ടുപേരും അതായത് നമ്മൾ വന്നിട്ട് ശ്രമിക്കാതെ, അതായത് ഇത് പ്രൊമോഷനാണ് എന്ന് പറഞ്ഞ് ശ്രമിക്കാത്ത രീതിയിൽ ഇവർ രണ്ടുപേരും നമ്മളുടെ ഒരു കെമിസ്ട്രി വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് സ്ക്രീനിൽ അത്രത്തോളം ആണെങ്കിലും ഓൺ സ്ക്രീനിൽ എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി ആശകളായിരം വന്നിട്ട് സിനിമ തിയേറ്ററിൽ കാണണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ പുറമെ തന്നെ ഒരു ടീസർ ആയാലും ട്രെയിലർ കഴിഞ്ഞും ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് സിനിമയിലും അത്തരത്തിലുള്ള ഒരു ബോണ്ട് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധിവരെ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും ഇല്ലാതെ വന്നിട്ട് ഇവർക്കൊരു ഫാമിലി എൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്ത് ആശാ ശരത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആശാ ശരത്തിൻ്റെ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ചില സമയത്തൊക്കെ ഭയങ്കര ഓവർഡു ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര സോ നൈസ് പേഴ്സൺ എന്നുള്ള പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇമേജ് അതിലുണ്ടായിരുന്നു. അത് വന്നിട്ട് കുറേയൊക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ അത് അത്ര അങ്ങോട്ട് കണക്ട് ആയില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള ഇത് കണക്റ്റായി. ഫോർ എക്സാമ്പിൾ കാളിദാസ് ജയറാമും ആശാ ശരത്തും തമ്മിലുള്ള ആ ഒരു ബോണ്ടൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കര ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്തു പേഴ്സണലി. അതായത് ഒന്നും കാര്യമായിട്ട് പടത്തിൽ നടക്കുന്നില്ലേ എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറേ കൂടി വന്നിട്ട് ഹാപ്പണിങ്സ് സിനിമയിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പോലും വന്നിട്ട് 28 വയസ്സായിട്ട് ഒരാൾ വന്നിട്ട് ഗുഡ് ഓൾ സ്റ്റോറിയാണത്. 28 വയസ്സായിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നില്ല, അച്ഛൻ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കരം ഒരുപാട് സിനിമകളിൽ ഉള്ള പോലെ തന്നെ ഒരു ക്യാരക്ടറൈസേഷനും പരിപാടിയൊക്കെ കാണും. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഈ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു കോമഡി എന്ന് പറയുന്നത് മറ്റേ ജയറാമിൻ്റെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ, ഈ പാപ്പ എന്ന് പറഞ്ഞ സാധനം. അത് കൊള്ളായിരുന്നത്. അത് പറഞ്ഞു പക്ഷേ അതൊരു എനിക്ക് പേഴ്സണലി ഒരു ഹൈ എനിക്ക് അത്രയും കിട്ടിയില്ല. മേ ബി അത് കാളിദാസ് ജയറാം ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടായിരിക്കാം, പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് ബെറ്റർ ആയിരുന്നു. ടീച്ചറിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എറിച്ചു നിന്ന ഒരു സീനാണെങ്കിൽ അവരത് കട്ട് ചെയ്ത് കളയുകയും കൊണ്ട് ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് പെർഫോമൻസിൻ്റെ പെർസ്പെക്റ്റീവ് കിടക്കുന്നത് ജയറാമിനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. കാളിദാസ് ജയറാം എസ്പെഷ്യലി എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് സിനിമയിലൂടെ ഇപ്പം പ്രണവ് ആയിക്കഴിഞ്ഞാൽ ദുൽഖർ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്തൊക്കെ വന്നിട്ട് കാളിദാസ് വന്നിട്ട് കുറച്ചും കൂടിയും കുറേ കൂടി കാലിബറുള്ള ഒരാളാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ പറയുന്നത് വെച്ചാൽ ദുൽഖർ മോശമാണെന്നോ പ്രണവ് മോശമാണെന്നല്ല, എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും കാളിദാസ് ജയറാമിന് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ പുള്ളി സുധാ കോങ്കരയുടെ പടത്തിൽ അഭിനയിച്ച് നോക്കുകയാണെങ്കിലും അർജന്റീന ഫാൻസ് കാട്ടോട് ഇവൻ അത് ഭയങ്കര വലിയ സക്സസ് ആയില്ലെങ്കിൽ കൂടി അതിനകത്തൊരു കോമഡി പരിപാടിയും അതുപോലെ തന്നെ പൂമരം എന്ന് പറഞ്ഞ ഫിലിമൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലുള്ളൊരു കാലിബറും പൊട്ടൻഷ്യലും ഉള്ളൊരു നടനായിട്ടാണ് ആക്ഷനിലേക്ക് കാളിദാസ് ജയറാമിന് തോന്നാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ വന്നിട്ട് അത് മലയാളത്തിലേക്ക് ഭയങ്കര ഫ്ലറിഷ്ഡായി വരുന്നില്ല. പുള്ളി ഭയങ്കര സെലക്റ്റീവ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ജയറാമിൻ്റെ ഒരു തണലിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അത് കുറേയൊക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു തണലത്തിന് നിൽക്കുന്ന സമയത്ത് ഓവർ നെപ്പോയിട്ട് നമുക്ക് കാളിദാസിനെ ഫീൽ ചെയ്യും. അവിടെ നിന്ന് മാറാം. മലയാളത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ജയറാമിൻ്റെ ജാമ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുറച്ചും കൂടി വന്നിട്ട്
ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം അത്രയും നല്ലൊരു കാലിബറും പൊട്ടൻഷ്യലും കോമഡി ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, കാരണം അത്രയും ചെറുപ്പത്തിൽ തന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരാളല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാളിദാസ് ജയറാം. ഇഷാനി കൃഷ്ണ പുള്ളിക്കാരുടെ ഡെബ്യൂ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ വന്നിട്ട് വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നുള്ള റോളൊന്നുമല്ല. പുള്ളിക്കാരി ആക്ച്വലി റീലിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി, അതായത് പുള്ളിക്കാരി വ്ളോഗിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരുടെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ വലിയൊരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു അഭിനയ പരിപാടികളൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ചെറിയ ക്യാരക്ടറാക്കി രമേശ് പിഷാരടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ ചെറിയ ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമേൻ്റെ അകത്ത്. പക്ഷേ സ്റ്റിൽ മെയിൻലി ഫോക്കസിങ് ഓൺ ദീസ് തിങ്സ്. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന സനൽദേവാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ ഷാജി കുമാറാണ്. എഡിറ്റർ ഷഫീഖാണ്. കുറച്ച് ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ചൊന്ന് മാറ്റി മറിച്ചൊക്കെ കട്ട് ചെയ്യാമെന്ന് പേഴ്സണലി ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരു നോർമൽ ഫീൽ ഗുഡ് ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് ബെറ്ററാണ്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജൂഡ് പറയുന്ന പോലെ തന്നെ ജയറാമിനെ കാണേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂഡ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധി വരെ സെക്കൻഡ് ഹാഫിലൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആകും ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകമൊക്കെ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഏച്ചുകെട്ടൽ കുറച്ച് കൂടുതലായിട്ടുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ. ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തൊക്കെ ഒരു വേറെ മ്യൂസിക് വരിക, അതുപോലെ തന്നെ ഈവൻ അതൊരു പഞ്ചില്ലായ്മ ഉണ്ട്. ഈവൻ നമ്മൾ ഷാർജയിലെ ഒരു പാട്ട് വരുമ്പോൾ പോലും ഒരു പഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് സിനിമ ആസ് എൻ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കും പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഒരു പഞ്ച് മിസ് ചെയ്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു വാച്ചായിട്ട് തന്നെയാണ് ആക്ച്വലി എനിക്ക് ആശകളായിരം ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട്, കാരണം ഇതൊരു ഫീൽ ഗുഡ് പടമാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് വന്നിട്ട് അച്ഛൻ മകൻ കെമിസ്ട്രി ആണെന്ന് ഓൾറെഡി. ബട്ട് സ്റ്റിൽ വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫ്ലാറ്റ് ആയി തോന്നിയതും സെക്കൻഡ് ഹാഫ് കുറെ കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആശകളായിരം ടീമിന് പറ്റിയിട്ടുണ്ട്. ജി പ്രജിത്തും അതുപോലെ തന്നെ ജൂഡ് ആന്റണിയും ജയറാമിൻ്റെ ഒരു സേഫർ സോൺ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുകയാണ്. അത്തരത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ആക്ച്വലി എനിക്ക് ആശകളായിരം ആക്ച്വലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ആശകളായിരം ഒരു തവണ കാണാവുന്ന ഒരു തിയേറ്ററിക്കൽ വാച്ചായിട്ട് തോന്നി. കാളിദാസ് ജയറാം ടു ബി വെരി കാളിദാസ് ജയറാം കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള, അതായത് എന്താ പറയുക, ഭയങ്കര രസമുള്ള ക്യാരക്ടർ ചെയ്ത് മലയാളത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. കാരണം എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ കോമഡി, ഞാൻ പറയാം കോമഡി എലമെന്റ് പുള്ളിക്കാരൻ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ അർജന്റീന കാട്ടൂർക്കടവ് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്, മേ ബി ഫോർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ആശകളായിരം നമുക്ക് തിയേറ്ററിൽ ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വൺ ടൈം ഫാമിലിയോടൊപ്പം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കൊച്ചു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഡു വാച്ച് ആശകളായിരം ന്യൂ തിയേറ്റേഴ്സ്. ബൈ.